ആനന്ദിന് മന്ത്രിസ്ഥാനം കൊടുക്കില്ലെന്ന് പറഞ്ഞെന്ന് കേട്ടു. അത് ഞാനെടുത്ത തീരുമാനമല്ല, പ്രവർത്തക സമിതിയുടെ. കള്ളം പറയരുത്. താമരെ, അവനൊരു നടൻ, സിനിമാക്കാരൻ. മന്ത്രി കസേരയിൽ എങ്ങനെ ഒരു സിനിമാക്കാരൻ ഇരുത്തുന്നേ? ഇപ്പോൾ ഉള്ള മന്ത്രിസഭയിൽ എല്ലാവരും ബുദ്ധിജീവികളാണോ? ഒരു ടീച്ചറല്ലേ നീ? കോളേജിൽ 100 കണക്കിന് പിള്ളേരെ പഠിപ്പിക്കുന്നവൾ ഒരു നടനെ പിടിച്ച് നാൽക്കാലിൽ ഇരുത്താൻ പറയുന്ന നാണല്ലേ? ആരോഗ്യമന്ത്രിയാവണം, വിദ്യാഭ്യാസ മന്ത്രിയാവണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുന്ന എന്താന്ന്? നിങ്ങൾക്ക് കോമ്പറ്റീഷനായി അദ്ദേഹം വന്നാലോ എന്ന് ഒരു സംശയം. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാണ്, MLA-മാരുടെ പിന്തുണയുണ്ട്. നിങ്ങളുടെ സ്ഥാനം അദ്ദേഹം എടുത്താലോ എന്നൊരു ഭയം. ആനന്ദിനോ? CM-ഓ? പാർട്ടിയുടെ സ്ഥിതി എന്താവും? ഇപ്പോ നമ്മുടെ പാർട്ടി നല്ലത് മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ സ്വാർത്ഥ അതെ, സ്വാർത്ഥത തന്നെ. എനിക്കും ആഗ്രഹമുണ്ട്. തമിഴ്നാട് കാണാത്ത സമർത്ഥനായ മുഖ്യമന്ത്രി ഞാനായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മുമ്പായാലും ശരി, പിന്നീടായാലും ശരി, മുഖ്യമന്ത്രി ആയാൽ സെൽവത്തെ പോലെയാണോ എന്ന് ആളുകൾ പറയണം. അതിലെന്താ തെറ്റ്? ഇതിൽ ന്യായമുണ്ടോ? യോഗ്യത എന്തെങ്കിലും ഉണ്ടോ? ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ന്യായമുണ്ടോ എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷം. ന്യായത്തിന് 2 വശങ്ങളുണ്ട് ഈ സഭയെ പോലെ. ഭരണപക്ഷം ഒരു വശത്ത്, പ്രതിപക്ഷം മറുഭാഗത്ത്. ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കിയാൽ സത്യം കണ്ടെത്താനാവില്ല. കണ്ണടച്ചു പിടിച്ചു നോക്കിയാലും വസ്തുതകൾ മനസ്സിലാവില്ല. അതുകൊണ്ട് ഭരണകക്ഷിയെ തകർക്കണമെന്ന ചിന്തയിൽ അടിസ്ഥാനമില്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കരുത്. മുഖ്യമന്ത്രി വാക്സാപത്യം തെറ്റുമറക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റ് ചെയ്ത മന്ത്രിയെ മുഖ്യമന്ത്രി രക്ഷിക്കാൻ നോക്കിയാണ്. ഉടനടി നടപടിയാണ് ആവശ്യം, മറുപടി അല്ല. ഹൃദയത്തിൽ നിറയെ വിപ്ലവഗന്ധം, കണ്ണീർ വാർക്കുന്ന തമിഴർക്കു വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ച മഹാത്മാവേ, അവിടുത്തെ വേർപാട് ഞങ്ങൾ എങ്ങനെ താങ്ങാൻ? അനാഥരെ പോലെ നിൽക്കുന്ന ഞങ്ങളെ ഇനി നയിക്കാൻ ആരാണുള്ളത്? ആ ആത്മാവല്ലാതെ. ഞാൻ കവിത ചൊല്ലാമെന്നതല്ല, 2 തുള്ളി കണ്ണീർ വാർത്തിട്ട് പോകാനും വന്നതല്ല. എനിക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. അദ്ദേഹം എന്തിനാണ് ഇത്ര പെട്ടെന്ന് നമ്മളെല്ലാം അനാഥരാക്കി വിട്ടിട്ട് പോയത്?
അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ അനുശോചന യോഗവും 2 തുള്ളി കണ്ണീരും മാത്രം പോരാ. ജനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ വിശുദ്ധി എന്തെന്ന് തെളിയിച്ചു കൊടുക്കണം. പദവിയിലിരിക്കുന്നവർ സ്വന്തം സ്വത്ത് വിവരം പ്രഖ്യാപിക്കണം. പാർട്ടിയുടെ കണക്കുകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം. എങ്കിലേ യഥാർത്ഥ പ്രവർത്തകന്റെ മനസ്സ് ശാന്തമാവും. നമ്മുടെ നേതാവിന്റെ ആത്മാവിന് മുക്തി ലഭിക്കും. അദ്ദേഹം നമ്മളെ വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹം എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഒരു നിമിഷം നമുക്ക് മൗനം പാലിക്കാം. ആ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി. ഇന്നാ വായിക്കേ നോക്ക്. അണ്ണാന്ന് വിളിക്കല്ലോ നീ. നോക്ക് എന്താ പ്രസംഗിച്ചിരിക്കുന്നെന്ന് നോക്ക്. ഇന്നലെ സേലത്ത് വെച്ച് ആനന്ദൻ ഭരണത്തിനെതിരായി പത്രക്കാരോട് അയാളുടെ സംസാരിച്ചു. ഇഷ്ടത്തിനും അയാളുടെ ഫാൻസിന്റെ ഇഷ്ടത്തിനും അനുസരിച്ച് ഭരിക്കാത്തതാണ് അയാളുടെ ദേഷ്യം. അയാൾക്കേ ജനപിന്തുണയുള്ളൂ, മറ്റാർക്കില്ല എന്നുള്ള ഭാവത്തിൽ അയാളുടെ പോക്ക്. അയാൾ എന്തൊക്കെ ചെയ്താലും കക്ഷി അയാളെ എതിർക്കില്ല, പുറത്താക്കില്ല എന്ന ധൈര്യം അയാൾക്ക്. കക്ഷിയിലെ മുഖ്യമന്ത്രിയേക്കാൾ വലുത് അയാളാണെന്നാ കരുതുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിങ്ങളുടെ തീരുമാനത്തിന് കാത്തിരിക്കുക. നമസ്കാരം. നമസ്കാരം. എക്സിക്യൂട്ടീവിന്റെ തീരുമാനം എന്താ? മുഖ്യമന്ത്രിയുടെ തീരുമാനം എന്താണെന്നറിഞ്ഞ ആനന്ദനെ കക്ഷിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ചിലർ. അയാളെ പുറത്താക്കിയ കക്ഷി പിളരുമോ എന്ന് മറ്റു ചിലർ. ഒരു പ്രധാന കാര്യം ഉടനെ അറിയിക്കാനുള്ളതാ. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ആരാത്? പ്രവർത്തക സമിതി കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട്. താൽക്കാലികമോ നിരന്തരമോ എന്നറിയില്ല. ആരും ബഹളം ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ശാന്തരാകൂ. സമാധാനമായിട്ടിരിക്കൂ. സമാധാനമാണ് നമുക്കിപ്പോ വേണ്ടത്. ശാന്തരാകൂ. താങ്കളെ പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി പുറത്താക്കുന്ന വാർത്ത വന്നല്ലോ. ഞാനും അത് കേട്ടു. കേട്ടത് സത്യമാണോ? കേട്ടത് സത്യമായാൽ മതി. ശാന്തരാകൂ. ഇതേപറ്റി താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ളതാണ്. ഒരു ചോദ്യം. താങ്കൾ എന്നേക്കുമായി പാർട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ വിമോചനം. ഒരു ചോദ്യം. അടുത്ത പരിപാടി എന്താണ് സാർ? ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾക്ക് കുറച്ച് മധുരം തരാം. വാ, നിക്കേ. ഓരോ ഗ്ലാസ് പായസം കഴിക്കേ. അത് കഴിച്ചിട്ട് പറയാം. കഴിച്ചോ. ഓരോ ഗ്ലാസ് പായസം കഴിക്കേ. കഴിച്ചിട്ട് പറയാം. കഴിക്കേ.
ആനന്ദിന്റെ പടം റിലീസായി. അതിന്റെ കഥ നമുക്കെതിരാണ്. പടം തടഞ്ഞാലോ? അതിൽ നഷ്ടം ആർക്കാ? നമുക്കവർക്കോ? നമുക്കേ നഷ്ടം വരും. സർ മിനിറ്റ് സർ. അപ്പം നിങ്ങൾ തടയുന്നേ? വിട്ടേക്ക്. അല്ല, സിനിമ കൊണ്ട് അയാൾ ആളുകളെ മയക്കുക. അതിനനുവദിച്ചാൽ നമ്മുടെ സർക്കാർ 3 മണിക്കൂർ നേരത്തെ പടം കണ്ട് ഭയപ്പെടുന്ന നിലയിലായി. വേണ്ട, വിട്ടുകളാ.